ഹലോ മൈ ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കലോത്സവത്തിൻ്റെ വീഡിയോ ആണ്. എൻ്റെ മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാൻ ആദ്യം ചെയ്ത ഐറ്റം എന്ന് പറയുന്നത് തിരുവാതിരയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം റെഡി ആയത്. അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ മാത്രം ഞാനിവിടെ കാണിക്കുകയാണ്. ശരിക്കും ഈ കലോത്സവം എന്ന് പറയുന്ന ഒരു അനുഭവം തന്നെയാണ്. അത് ഉത്സവമാണ് ശരിക്കും. അത് മാത്രമല്ല ഇത് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ തിരുവാതിര കളിച്ചത് ഏകദേശം ഒരു 11:30-11:45 ആ സമയത്താണ്. അത് കഴിഞ്ഞ് അന്ന് തന്നെ എനിക്ക് കേരള തലത്തിന് പെർഫോമൻസ് ഉണ്ടായിരുന്നു. തിരുവാതിര നടന്നത് തിരുനക്കര മൈതാനത്ത് വെച്ചിട്ടാണ്. കേരള നടനം CMS ഗ്രേറ്റ് ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേരള നടനത്തിന്. ഞാൻ കേരള നടനത്തിന് മേക്കപ്പ് ചെയ്ത് ഏകദേശം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5:30-5:45 സമയമായി. എന്നെ മെയിനായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഷമീർ മാഷാണ്. എനിക്ക് തിരുവാതിരയും കേരള നടനവും ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ കളിച്ച് കഴിഞ്ഞപ്പോൾ ലേറ്റായി. 5:30 സമയമായി കളിച്ചിറങ്ങിയപ്പോൾ. പക്ഷേ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ലേറ്റായിട്ട് ഞാൻ ഒരു പ്രോഗ്രാമിൽ ഇതുവരെ പങ്കെടുത്തിട്ടുമില്ല. അപ്പം അമ്പലത്തിൽ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 11:45 മാക്സിമം കഴിയൂലോ. പക്ഷേ കോളേജിലാണെങ്കിൽ യൂണിയൻകാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ കൃത്യസമയത്ത് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നു. ഞാനും ചെയർമാനും കൂടെ നടന്നു വരുന്നൊരിതാട്ടോ. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ്. പിറ്റേ ദിവസം എനിക്ക് മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഞാൻ കളിച്ചപ്പോൾ ഏകദേശം ഒരു 12:30-12:45 സമയമായി. ഇത് രാവിലത്തെ ഭരതനാട്യം സ്റ്റേജിലെ വീഡിയോസാണ്. ഭരതനാട്യം CMS ഗ്രേറ്റ് ഹാളിൽ വെച്ചിട്ടായിരുന്നു. മോഹിനിയാട്ടം ബസേലിയസ് കോളേജിൽ വെച്ചിട്ടാണ് നടന്നത്. സ്റ്റേയും കാര്യങ്ങളൊക്കെ അമ്മയുടെ ഫ്രണ്ട് ദീപാൻറ്റിയുടെ അടുത്തായിരുന്നു. ഭയങ്കര ഒരു നല്ല ട്രീറ്റ് ആയിരുന്നു. അപ്പം ഒരുപാട് താങ്ക്സ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ CMSഉം BCM ഒക്കെ അമ്മയുടെ കോളേജ് കൂടിയാണ്. പിന്നെ അമ്മയുടെ നാട്ടിൽ തന്നെ പെർഫോം ചെയ്യാനൊരു അവസരം കിട്ടിയതും ഒരു ഭാഗ്യം തന്നെയാണ്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രവേദന കവനം രചിക്ക
എല്ലാം ഞാൻ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ തിരക്കിനിടയ്ക്കാണെങ്കിലും. പിന്നെ പെർഫോമൻസിന്റെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ കലോത്സവത്തിന്റെ 4th ഡേ ആയിരുന്നു എൻ്റെ കുച്ചിപ്പുടി ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇട്ടേക്കാം. കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഐറ്റംസിനും A ഗ്രേഡ് ഉണ്ട്. പിന്നെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും പെർഫോം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം നല്ല ഒപ്പീനിയൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു സർട്ടിഫിക്കറ്റിനേക്കാളും എത്രയോ വലുതാണ് പുറത്തുനിന്നുള്ള ഒപ്പീനിയൻ എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ ഞായറാഴ്ച ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അന്നും ഞങ്ങൾ പോയിരുന്നു ഫാമിലിയായിട്ട്. പിന്നെ കലോത്സവം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും മൊത്തത്തിലൊന്ന് ഫ്രീ ആയത്. നമ്മളുടെ കലോത്സവമുള്ള മീൻസ് നമ്മുടെ പെർഫോമൻസ് ഉള്ള ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ വേറൊരു ദിവസം പ്ലാൻ ചെയ്ത് പോയത്. പിന്നെ ഞായറാഴ്ച ആകുമ്പം അച്ഛനാണെങ്കിലും വരികയും ചെയ്യാം. അപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഡേ പോയത്. മാക്സിമം ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു കലോത്സവം. പിന്നെ പെർഫോമൻസിൻ്റെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ മീഡിയ ഒഫീഷ്യൽസ് ഒക്കെ വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്രയൊക്കെ തന്നെയുള്ളൂ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് കോളേജിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പോസ്റ്റേഴ്സാണ്. അതോടെ ഞാനിവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.